പോത്തങ്കണ്ടം ആനന്ദഭവനം ഒരുക്കുന്ന 19ാമത് തുരീയം സംഗീതോത്സവത്തിന് മെയ് 28-ന് തുടക്കമാവും. പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മുതലാണ് പരിപാടി. 41 ദിവസം നീളുന്ന പരിപാടിയുടെ ഒന്നാം ദിനം ടി പത്മനാഭൻ, റിയർ അഡ്മിറൽ കെ മോഹനൻ, എം മുകുന്ദൻ, സംവിധായകൻ പ്രിയദർശൻ, ശ്രീമതി ടീച്ചർ, ടി.ഐ. മധുസൂദനൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 19 വർഷം മുൻപ് സംഗീതത്തിൻ്റെ കുലപതി എന്ന് പറയാവുന്ന എം.എസ്. വിശ്വനാഥൻ തിരിതെളിച്ചാണ് സംഗീതോത്സവം, തുരീയം സംഗീതോത്സവം ആരംഭിച്ചത്. അതിനുശേഷം 9 ദിവസം, 11 ദിവസം, 21 ദിവസം, 41 ദിവസം, 61 ദിവസം, 101 ദിവസം, ഇങ്ങനെ പല പടവുകളിൽ പല വർഷങ്ങളിൽ സംഗീത ഉത്സവങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആനന്ദഭവനം. തുരീയം സംഗീതോത്സവം 19ാമത് പ്രാവശ്യം ഈ വർഷം മെയ് മാസം 28 മുതൽ ജൂലൈ മാസം 27-ാം തീയതി വരെ 41 ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യ ദിവസത്തിൻ്റെ പ്രാരംഭ സമ്മേളനത്തിൽ ടി പത്മനാഭൻ, റിയർ അഡ്മിറൽ കെ മോഹനൻ, എം മുകുന്ദൻ, ചലച്ചിത്രകാരൻ എസ് പ്രിയദർശൻ, ശ്രീമതി ടീച്ചർ എക്സ്.എം.പി, എം.എൽ.എ. ടി.ഐ. മധുസൂദനൻ എന്നിവർ പങ്കെടുക്കുമെന്ന് കരുതുന്നു. അതിനുശേഷം അന്ന് സംഗീതത്തിൻ്റെ പല ഭാഷകളിൽ പറഞ്ഞാലും വിശേഷങ്ങൾ കൊണ്ട് തീരാത്ത പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ ആദ്യ സംഗീത പരിപാടി അവതരിപ്പിക്കും പുല്ലാങ്കുഴലിൽ. അദ്ദേഹം ഏകദേശം 10, 16, 17 വർഷമായിട്ട് സ്ഥിരമായിട്ട് തന്നെ തുരീയം സംഗീതോത്സവത്തിൽ വരികയും അദ്ദേഹത്തിൻ്റെ സംഗീത തലം അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹാസംഗീതജ്ഞനാണ്. അതിനുശേഷമുള്ള ദിവസങ്ങളിലെല്ലാം ഇന്ത്യയിലെ പല തലത്തിൽ പല രീതിയിൽ അറിയപ്പെടുന്ന സംഗീതജ്ഞരാണ് സംഗീത പരിപാടിയിൽ അവതരിപ്പിക്കുന്നത്. പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ, മല്ലാടി സഹോദരന്മാർ, എം കെ ശങ്കരൻ നമ്പൂതിരി, സമന്വയ സർക്കാർ, സഞ്ജയ് സുബ്രഹ്മണ്യം, ദുർഗ ശർമ്മ, വിവേക് സദാശിവം, ഡൽഹി പി സുന്ദരരാജൻ, ഡോക്ടർ എം സുബ്രഹ്മണ്യം, ഹൈദരാബാദിലെ വോഴ്സി സഹോദരന്മാർ, സക്കൽ ഗുരുചരൻ, സാംരംഗ് കുൽക്കർണി, ഉസ്താദ് ഷഫീഖ് ഖാൻ, ഉസ്താദ് റഫീഖ് ഖാൻ, ശശാങ്ക്, എസ്. ശ്രീജിത്ത് IPS, പണ്ഡിറ്റ് രമേശ് നാരായണൻ, സുമിത്ര ഗുഹ തുടങ്ങിയ സംഗീത പ്രതിഭകൾ സംഗീത പരിപാടികൾ അവതരിപ്പിക്കും. സമാപന സമ്മേളനം ജൂൺ 7-ന് വൈകിട്ട് 3 മണി മുതൽ തുടക്കമാകും. മുൻ DGPയും കൊച്ചി മെട്രോ റെയിൽ MDയുമായ ലോക്നാഥ് ബെഹ്റ, ടി പത്മനാഭൻ, കണ്ണൂർ DIG തോംസൺ ജോസ്, സംവിധായകൻ കമൽ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. സ്വാമി കൃഷ്ണാനന്ദ ഭാരതി, ഡോക്ടർ അസീം, ഡോക്ടർ രഞ്ജിത്ത് കുമാർ, A. രഞ്ജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ. ഹെൽത്ത് എമർജൻസീസിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണം ചെയ്യും. ഹെൽത്ത് ഇൻഷുറൻസ് പോലെ. ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ഇവിടുത്തെ നല്ല ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നൽകും. ഒപ്പം പിന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവും ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കൂ. ഹെൽത്ത് ഇൻഷുറൻസ്, ഗുണമുള്ള കാര്യം.